നേഷൻസ് ലീഗ് ഫൈനലിൽ 99% പ്രവചനക്കാർ സ്പെയിനിന് നൽകിയിരുന്ന വിജയ സാധ്യത. ബാക്കി വന്ന 1% പോർച്ചുഗലിന് അവർ വെച്ച് നീട്ടിയത് ഒരേയൊരാളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമായിരുന്നു. പ്രായം 40 കടന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം കൊണ്ട്. അത്രക്കുണ്ടായിരുന്നു യമാൽ അടക്കം യുവരക്തങ്ങൾ നിറഞ്ഞ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള വ്യത്യാസം. ലാമിൻ യമാൽ എന്ന 17-കാരന്റെ അസാധ്യ ഡോമിനൻസിൽ ഫ്രാൻസിനെ 5 ഗോളുകൾ കൊണ്ട് മൂടി കലാശപ്പോരിനെത്തിയ ഡിലാഫോന്റെയുടെ യുവരക്തങ്ങൾക്ക് 40 തികഞ്ഞ റോണോയും അവന്റെ സ്ക്വാഡും ഒത്ത എതിരാളികളല്ലെന്നായിരുന്നു വിലയിരുത്തൽ. അതിന്റെ ബലത്തിൽ തന്നെയായിരുന്നു പോർച്ചുഗലിന് 1% മാത്രം വിജയ സാധ്യത പലരും ദാനം പോലെ വെച്ച് നീട്ടിയതും. കണക്കുകൾ ശരിവെക്കുന്നതായിരുന്നു മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ. സ്പെയിനിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിനൊടുവിൽ 21-ാം മിനിറ്റിൽ സുബിമെൻഡിയുടെ ഗോൾ. പതിവ് പോലെ യമാൽ ബോക്സിലേക്ക് ഉയർത്തിവിട്ടപ്പോൾ ക്ലിയർ ചെയ്യുന്നതിൽ പോർച്ചുഗൽ ഡിഫൻസ് പരാജയപ്പെട്ടതോടെ മുന്നിൽ വന്ന അവസരം സുബിമെൻഡി ഗോളാക്കി മാറ്റി. ഗോൾ വഴങ്ങിയ ആ നിമിഷം മുതലാണ് പോർച്ചുഗൽ മത്സരത്തിലേക്ക് കടന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പറങ്കികളുടെ മിഡ്ഫീൽഡിൽ വിറ്റിഞ്ഞയും ബ്രൂണോയും ആധിപത്യം ഉറപ്പിക്കുകയും ന്യൂനോ മെൻഡിസ് ഇടതുവിങ്ങിൽ കൂടി സ്പെയിനിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചു തുടങ്ങുകയും ചെയ്ത ആ നിമിഷം മുതലാണ് പോർച്ചുഗൽ മത്സരിച്ചു തുടങ്ങിയത്. പോർച്ചുഗലിന്റെ കണ്ണ് തുറപ്പിച്ച ആദ്യ ഗോൾ പിറന്ന് കൃത്യം 5 മിനിറ്റ് കടന്നപ്പോഴേക്കും സ്പെയിനിനുള്ള പോർച്ചുഗലിന്റെ മറുപടി തയ്യാറായിരുന്നു. ഇടതുവിങ്ങിലൂടെ സ്പെയിൻ ബോക്സിനകത്തേക്ക് കുതിച്ചുപാഞ്ഞ ന്യൂനോ മെൻഡിസിന്റെ നിലം പറ്റിയുള്ള ഇടതുകാൽ ഷോട്ട്. സ്പെയിൻ കീപ്പർ ഉനൈ സൈമൺ ചിന്തിച്ചു തുടങ്ങും മുമ്പേ വല കുലുങ്ങിയ ഷോട്ട്. സമനിലയിൽ മുന്നേറിയ മത്സരം ഇരു ബോക്സിലേക്കും ബോളുകൾ കയറിയിറങ്ങി പുരോഗമിക്കവേ ആദ്യ പാദം അവസാനിക്കാൻ 2 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ പോർച്ചുഗൽ ഒന്നുകൂടി വിറച്ചു. 45-ാം മിനിറ്റിൽ ഡീഗോ കോസ്റ്റയെ കാഴ്ചക്കാരനാക്കി ഓയർസബാളിന്റെ 1-ാം തരം ഫിനിഷിംഗ്. വീണ്ടും സ്പെയിനിന് ലീഡ്. ഒരു ഗോളിന്റെ കടത്തിൽ 1-ാം പാദം അവസാനിപ്പിച്ച പോർച്ചുഗലിന്റെ ഏക പ്രതീക്ഷ എന്നത്തെയും പോലെ ക്രിസ്ത്യാനോയുടെ സാന്നിധ്യം തന്നെയായിരുന്നു. അർദ്ധാവസരത്തിൽ പോലും അയാൾ സൃഷ്ടിച്ചെടുത്ത അനേകം ഗോളുകളുടെ എണ്ണത്തിലേക്ക് ഫൈനലിലും ഒരു ഗോളെത്തുമെന്നവർ ഉറച്ചു വിശ്വസിച്ചു. മത്സരത്തിന്റെ 2-ാം പകുതിയിലേക്ക് വിസിലുയർന്നു. നിക്കോ വില്യംസിന്റെ നീക്കങ്ങൾ ഇടതുവിങ്ങിൽ പോർച്ചുഗലിനെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴും വലതുവിങ്ങിൽ യമാലിന് എന്നത്തെയും പോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചതേയില്ല. അങ്ങനെ പൂണ്ടുവിളയാടാൻ ന്യൂനോ മെൻഡിസ് യമാലിനെ വിട്ടതേയില്ല. യമാലിനെ മെൻഡിസ് കൂച്ചുവിലങ്ങിട്ടതോടെ പുതിയ അവസരങ്ങൾ തുറക്കാൻ സാധിക്കാതെ സ്പെയിൻ പരുങ്ങലിലായി. യമാലിനെ ഒതുക്കുന്നതിലും വില്യംസിന്റെ മുനയൊടിക്കുന്നതിലും തുടർച്ചയായി വിജയിച്ച പോർച്ചുഗലിന് അപ്പോഴും ഒരു ഗോൾ കടമായി തന്നെ ബാക്കി നിന്നു. മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ അവർ ഒരവസരത്തിനായി കാത്തിരുന്നു. രക്ഷകനായ ഒരാൾ അവതരിക്കുമെന്ന പ്രതീക്ഷയോടെ. ആ കാത്തിരിപ്പിന് അധികം ആയുസുണ്ടായിരുന്നില്ല. 61-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡിസ് സാക്ഷാൽ യമാലിനെ കബളിപ്പിച്ച് സ്പെയിൻ ബോക്സിനകത്തേക്ക് ക്രോസിൽ ശ്രമിച്ചു. സ്പെയിൻ പ്രതിരോധത്തിൽ തട്ടി ഉയർന്ന പന്ത് ഡിഫൻഡർമാർക്കിടയിലൂടെ ബോക്സിൽ താഴ്ന്നിറങ്ങി പിച്ചിനെ ചുംബിക്കും മുമ്പ് ഒരു മാന്ത്രിക കാലിന്റെ സ്പർശമേറ്റ് ആ പന്ത് വലയിൽ പതിച്ചു. 938 ഗോളുകൾക്ക് അവകാശിയായ അതേ മാന്ത്രിക കാലുകൾ. ഒട്ടും സാധ്യതയില്ലായിരുന്ന ആ അർദ്ധാവസരത്തെ പോർച്ചുഗലിന് ആയുസ് നീട്ടി നൽകിയ ഗോളാക്കി മാറ്റിയ 40 വയസ്സ് വിസ്മയത്തെ കൗമാരക്കാരൻ യമാൽ കൗതുകത്തോടെ നോക്കി നിന്നു. മത്സരത്തിന് മുമ്പ് പെപ്പെ പറഞ്ഞതുപോലെ മികച്ച സ്ക്വാഡുള്ള സ്പെയിൻ തന്നെയാണ് ഫൈനലിലെ ഫേവറേറ്റുകൾ. പക്ഷേ ഞങ്ങൾക്ക് ക്രിസ്ത്യാനോയുണ്ട്. അവൻ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ ഏത് നിമിഷവും ഗോൾ പിറക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതേ പ്രതീക്ഷ തന്നെയായിരുന്നു ഒരു 40-കാരനെ 90 മിനിറ്റ് കളിപ്പിക്കാൻ പോർച്ചുഗൽ കോച്ചിന്റെ കോൺഫിഡൻസിന് പിറകിലും. സമനിലയിൽ മത്സരം പുരോഗമിക്കവേ ശൂന്യതയിൽ നിന്ന് ഗോളുകൾ സൃഷ്ടിക്കുന്ന റോണോയുടെ ബൂട്ടിൽ നിന്നും തന്നെ വിജയ ഗോളുകൾ പിറക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് അപ്രതീക്ഷിതമായ പരിക്കിൽ റോണോ കളം വിട്ടത്. 2016 യൂറോയെ അനുസ്മരിപ്പിക്കും വിധം പിന്നീട് ഗോൾ ലൈനിൽ അക്ഷമനായി നിന്ന റോണോക്ക് വേണ്ടി ആ മത്സരം ജയിക്കണമെന്ന് അയാളുടെ സൈന്യം തീർച്ചപ്പെടുത്തി കാണണം. അധിക സമയവും കടന്ന് ഷൂട്ടൌട്ടിലേക്ക് എത്തിയ ഓരോ നിമിഷങ്ങളും പോർച്ചുഗൽ ഒരു പിഴവും വരുത്താതെ ജാഗ്രത കാണിച്ചപ്പോൾ അൽവാരോ മൊറാട്ടയെ തടഞ്ഞ് ഡീഗോ കോസ്റ്റ പറങ്കികളുടെ 2-ാം നേഷൻസ് ലീഗ് ട്രോഫിയുടെ അവകാശം ഉറപ്പിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണീരുമായി ലോകത്തിനു മുമ്പിൽ അഭിമാന കിരീടം ആകാശത്തേക്ക് ഉയർത്തി നിൽക്കുന്ന റോണോ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാതെ പറയുന്നുണ്ട്. അയാളുടെ പ്രായത്തെ നോക്കി പല്ലിളിക്കുന്നവർക്ക്, ബൂട്ടിന്റെ പ്രഹരശേഷി കുറഞ്ഞെന്ന് വിലയിരുത്തുന്നവർക്ക്, പോർച്ചുഗൽ എന്ന ടീമിനെ എഴുതിത്തള്ളുന്നവർക്ക്, റൊണാൾഡോ തീർന്നെന്ന് വിശ്വസിക്കുന്നവർക്ക്. ഒരു കാര്യം കൂടി പറയട്ടെ, അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള ദൂരം ഒരു വർഷം മാത്രമാണ്. ഇത്രയും കാലം എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറത്തിയാണ് അയാൾക്ക് ശീലം. തന്റെ ചരിത്രം എഴുതി പൂർത്തീകരിക്കാനുള്ള വേദിയായി വേൾഡ് കപ്പാണ് അയാൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത്ഭുതങ്ങൾ ഇനിയും പിറക്കും. അയാൾ സമ്പൂർണ്ണനായി വാഴ്ത്തപ്പെടും.